അപ്പൊ ഗൈസ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. എന്താണ് സംഭവം എന്ന് നമ്മളെ മിസ്സിസ് ഫസ്ന ജാഫർ പറയുന്നതായിരിക്കും. ഞാനൊരു പ്രൗഡ് മൊമെന്റിലാണ് നിൽക്കുന്നത്. ജാഫർക്കാരുടെ പുതിയൊരു ഷോർട്ട് ഫിലിം ഇതായിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഷോ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഫിലിമിന്റെ പേര് ഈറി എന്നാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും പ്രൗഡായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഷംനയുടെ ഹസ്ബൻഡൊക്കെ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്, നടിച്ചിട്ടുണ്ട്. മാർച്ചിലാണ് നമ്മളത് ഫിലിം ഫെസ്റ്റിവൽ വെച്ചേക്കുന്നത്. നമ്മള് കൊടുത്തിട്ടുണ്ട്. മാർച്ചിൽ എന്തായാലും അതിന്റെ റിസൾട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. എല്ലാവരും ചെയ്യാം. എല്ലാരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങള് കണ്ട് അടിപൊളിയായിരുന്നു. ഒരു ഹൊറർ മൂവി ആയിട്ടാണ്. നമ്മളെ കമന്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജാഫർ ഖാന്റെ പുതിയ ഷോർട്ട് ഫിലിമിനെ കുറിച്ചിട്ട്. അപ്പൊ ഇൻഷാല്ല നമ്മള് ഉടനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ ഖദീജ പോയാൽ എന്താ, ജാഫർ ഖാ ഒരു പുതിയ ഷോർട്ട് ഫിലിം ഇറക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു പ്രൗഡ് മൂമെന്റിലാണ് ഇപ്പം. എന്താണ്, ഫസ്ന ജാഫർ എന്നാണ് അല്ലെ രണ്ടാമത്തെ ഭാര്യന്റെ പേര്, അനന്തമാണ്. അപ്പം അവരാണിപ്പോ ഈ സംസാരിച്ചത്. അപ്പൊ 4 മരുമക്കളും ഇപ്പൊ ഓക്കെ ആയി. അപ്പൊ ഞാൻ ഇളച്ചിയാണോ നാത്തൂമാരാണോ എന്നൊരു സംശയത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. പണ്ട് ഞാൻ കുറെ ഇവരെ വീഡിയോ കണ്ടിരുന്നു. അപ്പോ പലരും തിരിച്ചു തന്നിട്ടുണ്ട്. അത് മരുമക്കളാണ്, 4 മരുമക്കളാണ്. ഇപ്പൊ 4 മരുമക്കളും ഉണ്ട്. അപ്പൊ എന്താ ഞാൻ ഇത് എടുക്കാൻ കാരണം വെച്ചാല് അവര് സിനിമ ഇറക്കിയിട്ടുണ്ട്. അപ്പം ആ സിനിമ വിജയിക്കാനും നല്ല രീതിയിലാവാനും ദുആ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ ദുആ ചെയ്യാം ആ സിനിമ വിജയിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഒരു കുടുംബത്തിൽ നിന്ന് പോകുന്ന കഥ. അപ്പൊ പിന്നെ ബാക്കിയൊക്കെ എവിടെ എത്തും എന്നുള്ളത് ഏകദേശം ഊഹിച്ചാൽ മനസ്സിലാവും. യൂട്യൂബിലൂടെ നമ്മള് ഓരോ എന്താ പറയാ വീഡിയോസ് ചെയ്യുന്നതും സ്റ്റോറി പറയുന്നതും ഒക്കെ. പിന്നെ ഷോർട്ട് മൂവി എന്ന് പറയുമ്പോൾ അങ്ങനെ സ്റ്റോറി നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇല്ലാന്ന് നമ്മൾ പറഞ്ഞില്ല. സിനിമ എന്ന രീതിയിൽ നമ്മൾ പോയിട്ടൊന്നുമില്ല. അപ്പം അതവിടെ നിൽക്കട്ടെ, അതിനെപ്പറ്റി നമ്മൾ പറയുന്നില്ല. എന്തായാലും ദുആ ചെയ്യാൻ നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല. നമ്മളെ സിനിമ ഒക്കെ വിജയിക്കാനും വേണ്ടിയിട്ട് ദുആ ചെയ്യാനൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അത് പോട്ടെ. അപ്പം എന്തായാലും അടിച്ചു പൊളിച്ചാണ് ഇരിക്കണെന്ന് അർത്ഥം. ഇപ്പോ ഖദീജ പോയെങ്കിൽ ഖദീജക്ക് പോയിന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ തകർത്ത് തരിപ്പണാക്കിയിട്ട് അവര് സിനിമയൊക്കെ പിടിച്ച് അതിന്റെ ഒരു പിന്നെന്താ വ്ലോഗൊക്കെ ചെയ്ത് ആ സംഭവത്തിൽ കൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ട് കേട്ടോ. അപ്പോ ഇനി ബാക്കിയുള്ളത് നമുക്ക് കണ്ടോക്കാം. ഇവർക്ക് കുറച്ച് പറയാനുണ്ട്. അതില് ജാഫറിന്റെ രണ്ടാമത്തെ ഭാര്യയായി കിടക്കുന്ന എന്താ ജഫ്നെ എന്തോ ഒരു പേര് എനിക്ക് അത്ര അറിയില്ല. അപ്പം അവര് സംസാരമുണ്ട്, അത് നമുക്ക് കേട്ടോക്കാം. അതെ അതെ, ഫസ്റ്റ് ടൈം അല്ലേ? സിൽമയെ കുറിച്ച് പറയാനുള്ളത്, ഞാനിത് പ്രൊമോഷൻ ചെയ്താണെന്നല്ല കേട്ടോ. അപ്പൊ അവരുടെ രണ്ടാളെ വർത്താനം ഞാൻ എടുത്ത് ഒന്ന് കാണിച്ചെന്നുള്ളൂ. ആങ്കറായിട്ട് ജാഫറിന്റെ രണ്ടാമത്തെ ഭാര്യയാണ് നിന്നിട്ടുള്ളത്. അപ്പൊ അതിനവർക്ക് ഒരു എന്താണ് മൊമെന്റോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചിട്ടാണ് ഈ വീഡിയോ. പ്ലാൻ ബി ഫാമിലിക്ക് സീരിയസ് ആയിട്ട് കുറച്ച് വ്യൂവേഴ്സിനോട് കാര്യം പറയാനുണ്ട്. അത് എന്തായാലും നമ്മൾ കേൾക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ എന്തായാലും അതൊന്ന് കേട്ടോക്കാം. നമുക്ക് ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്. അപ്പൊ കുറെ നമ്മളത് ഒഴിവാക്കി വിട്ട കേസായിരുന്നു. പക്ഷെ നമുക്കത് അതിന് കടക്കുന്നുണ്ട് ഇപ്പോൾ പല കാര്യങ്ങളും. അപ്പൊ അതിനെപ്പറ്റി കുറച്ച് സംസാരിക്കാൻ വിചാരിച്ചു. അപ്പൊ ഞങ്ങൾക്ക് ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും ഇപ്പോൾ റീസെന്റ് ഇട്ട വീഡിയോയിൽ താഴോട്ട് വരുന്ന കമന്റ്സ് ആണ് നമ്മുടെ ജാഫറിനാണ് റിലേഷൻ, അവള് എപ്പോഴും അവളെ വീട്ടിലുണ്ട്, അങ്ങനെ പല കുറേ ഇൻസ്റ്റയിലൊക്കെ എനിക്ക് കുറേ മെസ്സേജ് ആയി വരുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ജാഫറിന്റെ എക്സ് ലവറൊന്നും അല്ല ഇവര്. ഇതിനു മുന്നേ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈം നവംബറിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് തന്നെ. ഒരു മാട്രിമോണി ഇട്ടിട്ട് എൻ്റെ ഫോട്ടോ കണ്ടാണ് ഇവര് ആലോചനയായിട്ട് വന്നത്. ഇതിന് മുന്നേ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ഇത് ജാഫർ ഖാനെ എനിക്ക് മുന്നേ പരിചയമുള്ള എൻ്റെ ലവറും അല്ല. ഫസ്റ്റ് ഞങ്ങൾക്ക് ഒരു മോളുണ്ട് കേട്ടോ, ഐറിൻ. ഞങ്ങളുടെ വീഡിയോയിലൊക്കെ കാണാം. ഐറിൻ ആൻഡ് സിയ, 2 മക്കളുണ്ട്. പിന്നെ
അതിന്റെ വീട് എവിടെ ചോദിച്ചിട്ടുണ്ട്. ഞാന് പ്രോപ്പർ ആലുവ പെരുമ്പാവൂരാണ് വന്നത്. ഞങ്ങൾക്ക് ഇനിയും നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. ഞാൻ ചെയ്തു. അല്ല സീരിയസ്ലി എനിക്കിഷ്ടമില്ല. ഇങ്ങനൊക്കെ പറഞ്ഞ് പരത്തുന്നോണ്ട് എന്താണ് കിട്ടണ മനസ്സുഖം? ചിലപ്പോ നല്ല സുഖം സമാധാനത്തിനായിരിക്കും അവസ്ഥ എന്താന്ന് ഒന്നും കൂടി ഒന്ന് ഇറങ്ങി ഒന്ന് ആലോചിക്കാം. അന്വേഷിച്ചിട്ട് അതന്നെ. കോമൺ സെൻസ് വെച്ച് ഇത് ചിന്തിച്ച് അവിടെ കേട്ടിട്ട് ഇവിടെ വന്ന് പറയാ. അപ്പൊ നമ്മള് ഒരു കാര്യം പറഞ്ഞ് പരത്തണതിന്റെ മുന്നേ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോ സത്യമാണോ അല്ലേന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക. എവിടെന്നേലും എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടിയാല് അതാണ് വളച്ചൊടിക്കാണ്ട് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക അത് ഉള്ളതാണോ എന്നുള്ളത്. മോള് ഞങ്ങളുടെ കൂടെയാണ്. എപ്പോഴേ ഞങ്ങൾക്ക് ആലോചിച്ചാ പോരെ. പിന്നെ മോളെ നന്നായി നോക്കണം. ഒരു ശരിയാണ്. രണ്ടുപേരും അപ്പം ജാഫറിന്റെ രണ്ടാമത്തെ ഭാര്യ ഫസ്ന ലവ് ചെയ്തിട്ടാണ് കല്യാണം കഴിച്ചിട്ടുണ്ടെന്നും ലവർ ആയിരുന്നെന്നും ഒക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് അത്രേ. അതൊന്നും നമുക്കറിയില്ല, നമ്മളായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാലും അത് കുറച്ച് കൂടുതലായി പോയില്ലേ. എന്താണ് വെച്ചാല് പോവേണ്ടവർ എന്തായാലും പോയി. അവരെ കുറിച്ചിട്ട് അവിടെ പോയിട്ട് പറയാതെ ഈ ഫാമിലി ഇവരെന്ത് തെറ്റ് ചെയ്ത്? ഇവരെ മറ്റുള്ള രീതിയിൽ ക്രൂശിക്കേണ്ട ഒരാവശ്യമില്ലല്ലേ. ഇനിയിപ്പോ കഴിഞ്ഞത് കഴിഞ്ഞു. പിന്നെ അതിന്റെ പിന്നാലെ നടന്നിട്ട് ഈ നെഗറ്റീവ് കമന്റ് ഇട്ടിട്ട് അവരങ്ങനെ കുത്തേണ്ട ആവശ്യം. 4 ആൾക്കാരുള്ള 3 ആളുണ്ടോ 4 ആൾ എവിടെയെന്ന് ചോദിച്ചിട്ട് അങ്ങനെ. അതുപോലെ തന്നെ ഇവനക്ക് ജാഫറിന് വേറെ ബന്ധം ഉണ്ടാവും, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ അയക്കുന്നത്, അത് ഇങ്ങനെയാണ് അത് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്രൂശിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അല്ലേ. അതൊക്കെ കുറച്ച് കൂടുതലാണ്. വേദനിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ വേദനിപ്പിക്കുക, എന്നിട്ട് അത് ഹരം കൊള്ളുക, അതൊന്നും നല്ല ഇതല്ല. അവരുടെ ജീവിതത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർ ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. അതില് വന്നോര് വന്ന് പോയോര് പോയി, അത് കാണാൻ നമ്മൾ ഇങ്ങനെ കണ്ടു നിൽക്കണം, അത്ര നല്ല. ഇങ്ങനെ വേറെന്താ. ഇനിയിപ്പോ ഉള്ള കഥകൾ അവർ പറയുന്നുണ്ട്, അവർ സ്റ്റോറികൾ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് അവർ പറഞ്ഞു ചെയ്തു. അപ്പൊ പിന്നെ അവരെ പിന്നെയും കുത്തിയിട്ട് അതല്ല ഇങ്ങനാണെന്ന് തീരുമാനിക്കാൻ വ്യൂവേഴ്സ് ആണോ അപ്പൊ അതൊക്കെ തീരുമാനിക്കേണ്ടത്? അവരുടെ ജീവിതം അവരെന്നല്ലേ തീരുമാനിക്കുക. അത് നമ്മൾ പോയിട്ട് അങ്ങനെയല്ല എങ്ങനെയാന്ന് പറഞ്ഞാൽ അവർ പറയുന്നുള്ള പച്ചായിട്ട് സത്യം പറയുമ്പോൾ നമ്മളെ വിശ്വസിച്ചിരിക്കണ്ടേ. എല്ലാം വിശ്വസിക്കാൻ പറ്റില്ലെങ്കിലും നമ്മൾ വിശ്വസിക്കണ്ടേ. മീൻസ് ഞാൻ ഇതിത്തെ കാര്യം പറഞ്ഞത്. വേറൊക്കെ പലതും നടക്കുന്നത് പലരും നുണയും വിത്തനൊക്കെ പറയുന്നു, നുണ പറഞ്ഞിട്ട് നമ്മളെ വ്യൂവേഴ്സിനെ പറ്റിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ അല്ല ഞാൻ പറയുന്നത്. ഇതിപ്പോ ഒരു പച്ചയിൽ തന്നെ എല്ലാ കാര്യങ്ങളും അവർ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെയും അവരെ കുത്തേണ്ട ഒരു ആവശ്യമില്ല. അവർ ഓൾറെഡി അവർ വിഷമത്തിലാണ്. ഇപ്പൊ ഇന്ന് അവർ എത്ര എങ്ങനെയാണെങ്കിലും ആ കുഞ്ഞിനെ കാണുമ്പോൾ അവർക്ക് ഒരു വിഷമം ഉണ്ടാവും. കാരണം ആ കുഞ്ഞ് ഉമ്മ ഇല്ലാത്തതിന് ആ ഭാഗം എത്ര നല്ല ആൾ വന്നാലും എങ്ങനെ തന്നെ ആക്കിയാലും ഭാഗം നികത്താനും ഒരാളെ കൊണ്ടും പറ്റില്ല. അത് തീരാവേദനായിട്ട് അത് അവിടെ കിടക്കുന്നുണ്ട്. പ്ലസ് പിന്നെ മറ്റുള്ളവർ ഇവരെ കാണിക്കാനും വേണ്ടി അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാട്ടിക്കുട്ടലുകളും സന്തോഷങ്ങളും ഹാപ്പി ഒക്കെ കാണിക്കുന്നുണ്ടായിരിക്കാം. എത്ര ആയാലും ഉള്ളിൻ്റെ ഉള്ളില് അതൊരു കരടായിട്ടും ഒരു തീരാവേദനായിട്ടും എന്നവിടെ കിടക്കുന്ന കാര്യമാണ്. അത് പകരത്തിന് വേറൊരാളും ഇതാക്കാനും പറ്റില്ല. അത് വേറെ ഒരു കാര്യം. അപ്പൊ എന്തായാലും കൂടുതലൊന്നും പറയാനില്ല, ഇത്രയൊക്കെ തന്നെ പറയാനുള്ളത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പോരട്ടെ. അപ്പൊ ഓക്കെ, വേറൊരു വീഡിയോസുമായി നമുക്ക് കാണാം. ഓക്കെ.